ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ 5ാമത്തെ വീഡിയോ ആണ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് 2 ചെറിയ ക്രിസ്മസ് ട്രീ ആണ് കേട്ടോ. അപ്പോൾ ക്രിസ്മസിന് നമ്മുടെ വീട്ടിൽ ഓരോ റൂമും ടേബിളും ഒക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെക്കാനായിട്ട് നമുക്കിതുപോലെ കുഞ്ഞു കുഞ്ഞു ക്രിസ്മസ് ട്രീസ് ഒക്കെ ഉണ്ടാക്കാം. നമുക്കിത് വാങ്ങാനും കിട്ടും, എന്നാലും നമുക്കൊന്ന് വീട്ടിലുണ്ടാക്കി നോക്കാം അല്ലേ. അപ്പം നമുക്ക് വേഗം തുടങ്ങാം. അപ്പോൾ ആദ്യത്തെ മോഡൽ നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനൊരു ഗ്രീൻ കളർ ചാർട്ട് പേപ്പറാണ് എടുത്തിരിക്കുന്നത്. ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നമുക്ക് എത്ര വലുപ്പമുള്ളത് വേണോ അത്രയും വലുപ്പത്തിലുള്ളത് നമുക്ക് എടുക്കാം. എന്നിട്ട് ഇതാ നമ്മൾ ഇതുപോലെ ഒരു കോൺ പോലെ ഉണ്ടാക്കാം. എന്നിട്ട് നമ്മളത് ഗ്ലൂ വെച്ചോ അല്ലെങ്കിൽ സെല്ലോ ടേപ്പ് വെച്ചിട്ടോ ഒട്ടിക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇത് സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിൻ്റെ അറ്റം നമുക്ക് ഇതേപോലെ കട്ട് ചെയ്ത് കളയാം. കറക്റ്റ് ആ ട്രീയുടെ ഒരു ഷേപ്പ് കിട്ടുന്ന രീതിയിൽ നമുക്ക് ആ ഭാഗം കട്ട് ചെയ്ത് കളയാം. ഓക്കെ, അപ്പോൾ നമുക്കിതിങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ സാധാരണ കളർ പേപ്പർ ഉണ്ടല്ലോ, A4 ഷീറ്റ്, അതാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിൽ നിന്നും ഒരു 2 സെൻറ്റിമീറ്റർ അളവിലാണ് ഇതേപോലെ ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ഇത് ഹാഫാക്കി മടക്കാം. എന്നിട്ട് ചെറുതാക്കി കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഹാഫാക്കി മടക്കിയത് അത് വേഗം കട്ട് ചെയ്ത് കഴിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ കത്രിക ഉപയോഗിച്ചിട്ട് കണ്ടില്ലേ, ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കാം. അപ്പോൾ ഒന്ന് വളഞ്ഞു നിൽക്കും ആ ഭാഗം, നമ്മൾ കട്ട് ചെയ്തെടുത്ത ഭാഗം. അപ്പോൾ ഒന്നും കൂടിയും ഒരു ഭംഗിയുണ്ടായിരിക്കും. അപ്പോൾ ഇത് മുഴുവനും ഇതേപോലെ ചെയ്തു കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതെടുത്തിട്ട് അതിൻ്റെ ഈ അറ്റത്തായിട്ട് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം. എക്സ്ട്രാ വരുന്നത് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അത് നമുക്ക് പിന്നീട് യൂസ് ചെയ്യാം. അപ്പോൾ ഒരു ലെയർ നമ്മൾ ഇതേപോലെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ലെയർ ഒട്ടിച്ചു കൊടുക്കാം. അടുത്തത് ഇതിന് കുറച്ച് മുകളിലായിട്ട് വീണ്ടും നമ്മൾ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതേപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ ഇത് മുഴുവനും നമ്മൾ ഇതേപോലെ ഓരോ ലെയറായിട്ട് ഒട്ടിച്ചെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഇത്രയും ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി മുകൾ ഭാഗത്തും കൂടി ഒട്ടിക്കാനുള്ളൂ. അപ്പോൾ മുകൾ ഭാഗത്ത് എത്തുമ്പോൾ നമുക്ക് കറക്റ്റ് ആ റൗണ്ട് ഷേപ്പിൽ ഒട്ടിക്കാനായിട്ട് ഇത്തിരി പാടുണ്ടായിരിക്കും. അപ്പോൾ ഞാനെന്താ ചെയ്തതെന്ന് വെച്ചാൽ 2 ചെറിയ കഷ്ണങ്ങളായിട്ട് എടുത്തിട്ട് ആദ്യം ഹാഫ് ഭാഗം ഒട്ടിച്ചു. അതിനുശേഷം മറ്റേ ഒരു പീസ് എടുത്തിട്ട് രണ്ടാമത് ഒട്ടിച്ചു. ഞാൻ അങ്ങനെയാണ് കഴിയാറായപ്പോൾ ചെയ്തത്. ഞാൻ പറയണേക്കാളും നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇത് മുഴുവനും നമ്മൾ എല്ലാ ലെയറും ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി ഞാനൊരു ഈർക്കിലിയുമേ, നമ്മുടെ സാധാരണ ഈർക്കിലി ഉണ്ടല്ലോ, അതുമേ നമ്മുടെ ഫോം ഷീറ്റിൽ ഒരു സ്റ്റാറിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഒട്ടിച്ച് വെച്ചേക്കുന്നതാണ്. ഇതിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തൊരു ഹോൾ ഉണ്ടായിരിക്കും. ആ ഹോളിൽ കൂടെ അങ്ങോട്ട് താഴേക്ക് ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും മതിയെന്ന് വെച്ചാൽ ഇവിടെ വെച്ച് നിർത്താം. ഇതേപോലെ ഒരു ട്രീ ആക്കാം. നമുക്ക് വേണമെങ്കിൽ മാലമുത്തൊക്കെ വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ട്രീയുടെ ബാക്കിയുള്ള ഭാഗം കൂടി ചെയ്യണമെങ്കിൽ ഇതേപോലത്തെ ഒരു ബ്രൗൺ കളറുള്ള പേപ്പറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചാർട്ട് പേപ്പർ തന്നെയാണ്. അത് ഇതേപോലെ ചുരുട്ടി എടുത്തിട്ട് നേരെ ഇതിൻ്റെ അടിയിൽ ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഒട്ടിച്ച് വെക്കാനായിട്ട് എന്തെങ്കിലും പരന്നിട്ടുള്ള ഒരു പാത്രത്തിൻ്റെ മൂടിയോ പഴയ പാത്രത്തിൻ്റെ പ്ലാസ്റ്റിക് പാത്രങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതിൻ്റെ മൂടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു പഴയൊരു ചെപ്പിൻ്റെ മൂടി എടുത്തിട്ടുണ്ട്. അതിൽ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഇത് ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് മോഡൽ ക്രിസ്മസ് ട്രീ. അപ്പോൾ ഇത് ഞാൻ ഒന്നും കൂടി ഒന്ന് ഭംഗിയാക്കി എടുത്തിട്ടുണ്ട്. അത് ലാസ്റ്റ് ഞാൻ കാണിക്കാം കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് മോഡൽ നോക്കാം. അടുത്തതായിട്ട് ഞാനൊരു ഫോം ഷീറ്റാണ് എടുത്തിരിക്കുന്നത്, ഗ്ലിറ്റർ ഫോം ഷീറ്റ്. ഇതൊരു 10 രൂപയ്ക്ക് റേഞ്ചിൽ നമുക്ക് കിട്ടും. അത് മുഴുവനും നമുക്ക് ആവശ്യമില്ല, അതിൻ്റെ ഒരു ഹാഫ് ഭാഗം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. നമ്മൾ ചെറുതല്ല ഉണ്ടാക്കുന്നത്. വലുത് ഉണ്ടാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഷീറ്റ് മുഴുവനായിട്ട് യൂസ് ചെയ്യാം.
എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കോൺ പോലെ ആക്കിയിട്ട് ഇതേപോലെ ആക്കിയിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നു. ഞാൻ ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ടാണ് അത് ഒട്ടിച്ചേക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ഈ അടിഭാഗത്ത് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. ആ ട്രീയുടെ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ബ്രൗൺ കളർ പേപ്പർ ഉണ്ടല്ലോ അതെടുത്തിട്ട് ഇതിൻ്റെ അടിഭാഗത്ത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് മുന്നായിട്ട് ഞാൻ കുറച്ച് തെർമോക്കോൾ ബോൾസ് എടുത്തിട്ടുണ്ട്. ഇതിന് പകരം നിങ്ങളുടെ കയ്യിൽ മാലമുത്തൊക്കെ ഉണ്ടാവില്ല പഴയത്, അതുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അത് നമുക്കിതിൽ ഇഷ്ടമുള്ള ഷേപ്പിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ ഒന്നും കൂടി നല്ല ഭംഗിയുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ആ തെർമോക്കോൾ ബോൾസൊക്കെ ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ ആ തെർമോക്കോൾ ബോൾസൊക്കെ ഒട്ടിച്ചു കൊടുത്തു. മുകളിൽ സ്റ്റാർ വെച്ചിട്ടുണ്ട്. നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഈർക്കിളിൽ വെച്ച് ഒട്ടിച്ചിട്ടാണ്. പിന്നെ അതും ഒരു പ്ലാസ്റ്റിക് പാത്രത്തിൻ്റെ മൂടിയിൽ തന്നെയാണ് ഞാൻ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ 2 ക്രിസ്മസ് ട്രീകളും നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ 2 ക്രിസ്മസ് ട്രീസ് ട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഉണ്ടാക്കിയതും ഞാൻ ഇതേപോലെ തെർമോക്കോൾ ബോൾസ് വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി ഒരു ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 2 ട്രീസും റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒന്നും കൂടിയും ഒരു ഭംഗിയാവാൻ വേണ്ടിയിട്ട് ഞാൻ ആ പാത്രത്തിൽ കുറച്ച് പേൾസ് മാലമുത്തുകളുണ്ടല്ലോ അതൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഒന്നും കൂടിയും ഒരു അട്രാക്ഷൻ ആയില്ലേ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്കിതേപോലെ നല്ല ഭംഗിയാക്കി എടുക്കാം. അങ്ങനെ ഈ വരുന്ന ക്രിസ്മസിന് നമുക്ക് നമ്മുടെ റൂമും നമ്മുടെ ടേബിളൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെക്കാനായിട്ട് ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ക്രിസ്മസ് ട്രീകളൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.